So, hello guys, welcome back my channel. It's Asmi in Marshmallow Beauty. So guys, നമ്മൾ ഇന്ന് ഒരു ഹാർട്ട് ഓബി എന്ന് പറഞ്ഞൊരു ഗെയിമാണ് കളിക്കാൻ പോകുന്നത്. ഇത് ജസ്റ്റ് ഒരു നമ്മളുടെ ഹാർട്ട് എല്ലാവരും പറഞ്ഞിരിക്കുന്ന ഒരു ഹാർഡ് ഗെയിമാണ്. ഭയങ്കര ടഫാണ്, നമുക്ക് ഫൈനലിൽ ജയിക്കാൻ പറ്റില്ല എന്നാണ്. നമുക്ക് ശരിയാണോ തെറ്റാണോ നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ടറിയാം. അപ്പം നമുക്ക് തുടങ്ങി നമ്മൾ ആദ്യം തന്നെ. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ മാക്സിമം ഇവിടെ ലെവൽ കാണിക്കുന്നുണ്ട് ഒരു 50-100 മാക്സിമം ഇന്നത്തോടെ തീർക്കണം എന്നാണ് എനിക്ക് ആഗ്രഹം. ഗൈസ് ഇത് ഇത്രയൊക്കെ ഈസി ആയിട്ടാണ് കളിക്കുന്നത്, ഇതിപ്പോൾ ഒരു വിഷയമില്ല ഗൈസ്, നമ്മൾ പെട്ടെന്ന് പോകുന്നുണ്ടോ. സോ ഇറ്റ്സ് ടു ഈസി. 7-8 നമ്മൾ എത്ര പെട്ടെന്നാണ് പോയെന്ന് എനിക്ക് പറയുന്നത്. 8 എത്തിയിട്ടില്ലേ? ഇതിപ്പം ഇതിപ്പം എങ്ങോട്ടാണ് ചാടേണ്ടത്? അടിയിലേക്ക് തന്നെയാണ് ചാടേണ്ടത് തോന്നുന്നു. ഗൈസ് എനിക്ക് ചെറിയ സംശയം വന്നു, അടിയിലേക്കാണെങ്കിൽ അങ്ങോട്ട് വല്ലതും വഴിയുണ്ടോ, അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോയത് കേട്ടോ. സോ നമ്മൾ പെട്ടെന്ന് റോക്കറ്റ് പോലെ പോകണമെയാണ് പോകുന്നത്. സോ അവിടെ ഉണ്ടായിരുന്നു ഈസിയിൽ പോകാം, പക്ഷേ വെറുതെ എന്തിനാ നമുക്ക് ചില സമയത്ത് ഒരു ചെറിയ പേടി വരാറുണ്ട് ഇങ്ങനെ ചാടുന്ന സമയത്ത്. ഞാൻ ഇപ്പോൾ വീഴുന്നുള്ളതിലാണ് ഞാൻ പോകുന്നത്. വീഴുന്നില്ല. ജസ്റ്റ് സെക്കൻഡിൽ 1 മിനിറ്റിൽ ഇപ്പോൾ പോയേനെ. നമ്മൾ അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പം താഴെ കിടക്കും. നത്തിങ് ഹാപ്പൻസ് ടു മീ ഗൈസ്. ഇത് അയ്യോ ഒരു എനിക്കിത് മര്യാദയ്ക്ക് ഇതെന്താ ചെയ്യണ്ടേ? കയറിപ്പോയാലോ? ഓക്കെ, ഇവിടുന്ന് അതിന് കയറിപ്പോകും. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. സോ ലൈക്ക് ദിസ്. ഓക്കെ ഗൈസ്, നമ്മൾ 13 എത്തി ലെവല്. ഞാൻ ലെവലൊന്നും നോക്കുന്ന പോലും ഇല്ല കേട്ടോ. അയ്യോ, ഇതിപ്പോൾ എന്താ പറ്റി? അവിടെ ഒരു അതേണ്ട, അവിടെ ഒരു ഓട്ടയുണ്ട്, വെറുതെ അല്ല. ഞാൻ പെട്ടെന്ന് പേടിച്ചു. ഇത് ഷോർട്ട് കട്ട് വഴിയാണ്. നമുക്ക് ഷോർട്ട് കട്ട് വേണ്ടാന്ന് തോന്നുന്നു. നമുക്ക് ഷോർട്ട് കട്ടൊക്കെ എന്തിനല്ലേ, നമുക്ക് നേരെ പോകും. നമുക്ക് നേരായ വഴി തന്നെ മതി, ഷോർട്ട് കട്ട് ആവശ്യമില്ല. 13-15 വരെ ഒരു എനിക്ക് ലാഗ് അടിച്ച പോലെ തോന്നി, പക്ഷേ കുഴപ്പമില്ല. 16 ലെവലായി. ഇതൊക്കെ ഇത് പേരിട്ടേ ഒന്ന് നോക്കൂ, റോക്കറ്റ് പോലെയാണ് ഞാൻ പോകുന്നത്. എനിക്കിതിലിപ്പോൾ തോൽക്കേണ്ട വന്നിട്ടില്ല ഇതുവരെ കളിച്ചാൽ. തോൽക്കുമെന്ന് അറിയില്ല. എല്ലാവരും ഇത് ഹാർഡെന്ന് പറഞ്ഞു ഗൈസ്. ഇത് അടുത്ത സെക്ഷനിലേക്ക് എത്തിയെന്ന് തോന്നുന്നു. യെസ്, അടുത്ത സെക്ഷനിൽ നമ്മൾ എത്തി. ഇതൊക്കെ ഞാൻ അവിടെ ഒരു ഇതുണ്ട്, പക്ഷെ ഞാൻ വായിച്ചില്ല കേട്ടോ. കാരണം ചിലതൊന്നും നമുക്ക് വായിക്കേണ്ട ആവശ്യമില്ലാറില്ല ഗൈസ്. ഇവിടെ നിന്ന് കാണാൻ പോലും ഇല്ല, പിന്നെ ഞാൻ എങ്ങനെ ഇത് വായിക്കാനാ? നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ കളിക്കേണ്ടതെന്ന്. സോ അങ്ങനെ കളിച്ചാൽ പോരെ നമുക്ക്. സ്പീഡായിട്ടൊക്കെ വേണം കളിക്കാൻ, അതൊരു കാര്യം. ഇതിപ്പം നോക്കിയത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. ഞാൻ വിചാരിച്ചു താഴേക്ക് എങ്ങനെ ചാടണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്ന് പോയത്. ചില സമയത്ത് കാണിക്കുന്ന പൊട്ടത്തരാണ്. അടിയിൽ നിന്ന് വല്ല ഉണ്ടോയെന്ന് കുറച്ച് ബുദ്ധിയോടെ ആലോചിക്കണ്ടേ? എന്നാലേ നമുക്ക് കിട്ടുള്ളൂ. സോ ഉള്ള ബുദ്ധിയിൽ ഇല്ലാത്ത ബുദ്ധി പോലെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ ഗൈസ്. നമ്മളപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. അയ്യോ ഗൈസ്, ഞാൻ ആദ്യം വിചാരിച്ചു അത് നമ്മൾ പിടിക്കാൻ ആരെങ്കിലും ഇരിക്കും ഗൈസ്. ആ ഗെറ്റപ്പ് കണ്ടപ്പോൾ ഞാൻ ആദ്യം തന്നെ അതാണ് വിചാരിച്ചു, നമ്മൾ ആരെങ്കിലും പിടിക്കാൻ വരുന്നതായിരിക്കും. ആളുടെ ഗെറ്റപ്പ് അങ്ങനെയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, അപ്പോൾ പേടിച്ചു പോയേനെ അത് കണ്ടിട്ട്. ഇത് എനിക്ക് സംശയം ചാടണം. ചാടി കഴിഞ്ഞിട്ടാണ് പറയുന്നത് കേട്ടോ, കുറച്ച് സീനായതുകൊണ്ട് മാത്രം. ലെറ്റ്സ് ഗൈസ്. 30 എത്ര പെട്ടെന്ന് 30 സ്പീഡിലാണ് പോണേ. ഒരു ഹാർഡും എനിക്ക് തോന്നില്ല ഇതുവരെ തോറ്റിട്ടുള്ള ഗൈസിന്. നമ്മൾ തോൽക്കാണ്ട് എനിക്ക് ഒരു 50-100 എത്തിക്കണം എന്നാണ് ആഗ്രഹം. അതായത് നമ്മൾ ഇതിൽ പാർട്ട് ഉണ്ടാവും ചിലപ്പം.
കാരണം ഇത് കുറേ ലെവലുണ്ട്. സോ നമ്മളിപ്പം കളിക്കുന്നത്, ഞാൻ പേര് വായിച്ചില്ലേ, ഇത് മൂടാണെന്ന്. നമ്മൾ ഈസി എത്തിയിട്ടില്ലയെന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അപ്പം ഇതെന്താ കുരിശാ? ശരിക്കൊരു കുരിശ് നേരെയും വളച്ചും വെച്ച പോലെയാണ് ഇതെനിക്ക് തോന്നിയത് പാറ്റേൺ. മിക്കവാറും അതിലെടുത്ത് ചാടിയനെ. ഭാഗ്യം ഞാൻ നേരെ വന്നത്. ഗൈസ്, ഇതാണ് ഈസി ലെവൽ കേട്ടോ. നമ്മൾ ഈസിക്ക് എത്തിയിട്ട് പെട്ടെന്ന് ഇതൊന്നും അറിഞ്ഞില്ല ഈസിയിലേക്ക് എത്തിയത്. ഗൈസ്, ഇപ്പോഴാണ് നമ്മൾ ഈസി മൂഡിലേക്ക് എത്തിയത് തന്നെ. ഗൈസ്, നമുക്ക് പെട്ടെന്ന് പോകണം. ഇത് ചെരിഞ്ഞ പാലം, വളഞ്ഞ പാലം. യെസ്, അടുത്ത ചെക്ക് പോയിന്റ് നമ്മളെത്തി. ഇതൊക്കെ ഈസിനെക്കാട്ടി ഈസി എന്തൊക്കെയായിരുന്നു ആദ്യം വെക്കേണ്ട ലെവല്. ഇത് എന്ത് റോക്കറ്റ് പോലെ പോണേ. അവിടെ ഇതായിട്ടുള്ള വഴി ഉണ്ടായിരുന്നു. നമുക്ക് എന്തിനാ വെറുതെ, നമുക്ക് നേരായ വഴി മതി. നമ്മൾ ഇനി പെട്ടെന്ന് തന്നെ കയറി പോകേണ്ടതാണ്. സോ നമ്മൾ 44 എത്തിക്കഴിഞ്ഞു. മിക്കവാറും ഞാൻ 50 ലെവലാകുമ്പോഴേക്കും. സോ അയ്യോ ഇതെന്ത് പറ്റിയേ? നോക്കട്ടെ. നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, തുറന്നു കിട്ടും. ഇതിന് ഇഷ്ടമില്ല. എനിക്ക് ഇങ്ങനത്തെ വഴികളാണ് കുഴപ്പമില്ല. ഇതുപോലെ ഞാൻ ചാടിയാൽ മതി. ഇതൊന്നും നമുക്ക് വിഷയമില്ലാത്തൊരു കാര്യമാണ്. ചാടി പോയാൽ മതി. ചാടി പോകുന്നതിന് കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇനി നമ്മൾ എങ്ങനെ പോകണം? ഞാനിവിടെ ഇത് എനിക്ക് കണ്ടപ്പോൾ ആദ്യം ഞാൻ സൈഡിൽ നിന്ന് നോക്കിയപ്പോൾ ഞാൻ ഇത് തെറ്റിക്കയറിയതാണെന്ന് തോന്നി കേട്ടോ. പക്ഷെ തെറ്റിക്കയറിയതല്ലായിരുന്നു ശരിക്കും തന്നെ. എനിക്ക് ഇങ്ങനത്തെ സ്ഥലത്താണ് കുറച്ച് ചാടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പോകുമ്പോഴാണ് ഒരു ചെറിയ ടഫ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഈസി. കേസ് ഞാൻ ആദ്യം ഒരു ഒറ്റപ്പാലാണ് വിചാരിച്ചത്. ഇപ്പം ഒറ്റപ്പാലല്ലായിരുന്നു. സോ നമ്മളിപ്പോഴും ഇനി പൊക്കോണ്ട് തന്നെ ഇരിക്കുകയാണ്. എനിക്കിത് ആദ്യമായിട്ട് കളിക്കണം ഒന്നും അറിയില്ല. ഞാൻ ഒരു യൂട്യൂബേഴ്സിൻ്റെ മറ്റേ കണ്ടിട്ടില്ല. പിന്നെ ചിലത് കണ്ടതിൽ ഞാൻ ചില ഷോർട്സിൻ്റെ ഏറ്റവും ഹാർഡാന്നൊക്കെയാണ് പറയുന്നത്. നമുക്കിത് എങ്ങനെയായാലും തോൽപ്പിക്കാൻ പറ്റില്ല. ചില ഗ്രീൻ ഉണ്ടല്ലോ, എന്തിനായിരിക്കും ഒരു ഗ്രീൻ സ്വിച്ച്? പക്ഷേ എനിക്കത് അറിയില്ല. എന്തായാലും ഇത് എന്താണ് ആവാത്തത്? എനിക്കിത് അറിയില്ല. ഇത് എന്താ? ഗൈസ്, എന്തെങ്കിലും എനിക്ക് തോന്നുന്ന ഗ്രീനാന്ന് തോന്നുന്നു ഇതിൻ്റെ ഇതാക്കുന്നത്. ആ ഗ്രീൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ കയറാൻ പറ്റും തോന്നി. ഇനി അടുത്ത അങ്ങനത്തെ വല്ല വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. ഗൈസ്, ഇത് കണ്ടോ? നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, ഞാൻ പറഞ്ഞില്ല, എനിക്ക് തോന്നി ആ ഗ്രീൻ്റെ ആയിരിക്കുമെന്ന്. സോ ഞാൻ ഇത്രയും നേരം ശ്രദ്ധിച്ചില്ല, അതുകൊണ്ടാണ് കുറച്ച് ലാഗ്. ഗൈസ്, നമ്മൾ ഇതും കഴിഞ്ഞു. ഇനി നമ്മൾ എത്തുന്നതാണ് ആവറേജ് സെക്ഷനിൽ നമ്മൾ എത്തിയിട്ടു. ഐസക്ക് ഒരു ഹാർഡായിട്ട് തോന്നിയിട്ടില്ല. ഇത്രയും ലെവൽ ഞാൻ കളിച്ചിരിക്കും. ഇതിൽ ഹാർഡായിട്ടൊന്നും തോന്നിയിട്ടില്ല. നമുക്കിനി അടുത്തതിന് ഇനി ഹാർഡാവുമെന്ന് അറിയില്ല. ഇത് ആവറേജ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആവറേജ് എനിക്ക് അറിയില്ല ജയിക്കോ തോൽക്കുന്നൊന്നും. എനിക്ക് ഇത് ഭയങ്കര ഹാർഡാട്ടോ. ഇങ്ങനത്തെ സെക്ഷൻ ഞാൻ പഠിച്ചിട്ടില്ല. വീഴില്ലാന്ന് തോന്നുന്നു. ഞാൻ വയസ്സും പറഞ്ഞില്ല, വീഴില്ലാന്ന് തോന്നുന്നു. ഇതെങ്ങോട്ടാ? ഗൈസ്, ബാക്കിലുണ്ടായിരുന്നു, ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ചില സമയത്ത് ബുദ്ധി വർക്ക് ചെയ്യില്ല. ഇതൊക്കെ നമുക്ക് ഒരു ഹാർഡും അല്ല, നമുക്ക് പെട്ടെന്ന് പോകാമെന്നുള്ളൂ. ഇങ്ങനത്തെ ചില കുഴപ്പം പിടിച്ച സമയത്ത് മാത്രമാണ് നമ്മളിങ്ങനെ നിന്ന് പോവാറ്. കണ്ട ഇപ്പം എന്തുണ്ടായി? ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. വീണതും പോയതും കണ്ട. സോ ഗൈസ്, നമുക്കിത് ജയിക്കണം. ഓക്കെ, വിഷയമില്ലാന്ന് തോന്നുന്നു. പറഞ്ഞിട്ടില്ല അപ്പോഴേക്കും വിഷയം എന്താണെന്ന് ഈ ഗെയിം കാണിച്ചെന്ന്. നമ്മൾ ചെറുതായിട്ടല്ലേ വലുതായിട്ട് തന്നെ ഈ ഗെയിം ട്രോളുന്നുണ്ട്. നമ്മൾ ആ ചിഹ്നം, ആ ട്രോള് നോക്കും നിങ്ങൾ. ട്രോളിൻ്റെ ആ ചിരി എന്ത് രസമാണ്. ചിരി എന്ത് നല്ല ചിരിയാ. ഈ ഗെയിം നമ്മൾ കുറേ നേരമായി ട്രോളുന്നു. നമ്മളത് ശ്രദ്ധിക്കരുത്. ശ്രദ്ധിച്ചാൽ മാത്രമേ വിഷയമുള്ളൂ. നമ്മൾ ജയിക്കും എന്നാണ് ഞാൻ പറയുന്നത്. ജയിച്ചിരിക്കും മിക്കവാറും.
ഗൈസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ജയിക്കും. ചെറുതായിട്ട് കുഴപ്പമില്ല, നമുക്ക് വിഷയമില്ല, നമ്മൾ ജയിച്ചു പോകും. നമുക്കൊരു കുഴപ്പമില്ലാത്ത കളിയാ. ഇപ്പം എങ്ങനെ ഇരിക്കണേ? ആ ഡയലോഗാണ് ഇപ്പം എൻ്റെ മനസ്സിൽ വന്നത്. ചിലതൊക്കെ ഇതിൽ ഈസിയാണ്, ചില ഇതൊക്കെ ഹാർഡാണ്. എനിക്കിതിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാം. ഇപ്പം എൻ്റെ ഇത് വെച്ച് പോവാണ് കേട്ടോ. എനിക്കിത് മര്യാദയ്ക്ക് ഇതൊന്നും നമുക്ക് വിഷയമില്ല. ഇതൊക്കെ നമുക്ക് ഒറ്റ പിടിച്ചാൽ പോകാമെന്നുള്ളൂ. ഇതൊക്കെ ഭയങ്കര ഈസി ലെവലാണ്. ഓഹ് ഈസി, എന്തൊരു ഈസിയല്ലേ. നമുക്ക് ഇപ്രാവശ്യം പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണു. ഞാൻ ഈ ഒറ്റ ഇതിൽ തന്നെ അവിടെ എത്തുമെന്ന്. ഇതെന്താ നേരത്തെ ചെറിയ സ്ട്രക്ക് വന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നിന്ന് പോയത്. ഇതൊന്നും നമുക്ക് വിഷയമില്ല. ഇതൊക്കെ നമുക്ക് എങ്ങനെയാണെന്ന് ഒറ്റ പിടിയിൽ ചാടി പോവുക. വലിയ വിഷയമില്ലാത്ത ഗെയിമാണ് ഇതൊക്കെ. ഇതൊക്കെയായിരുന്നു നമുക്ക് മറ്റേ ഹാർഡുള്ള ഇതൊക്കെ വയ്ക്കേണ്ടത്. ഏറ്റവും ഹാർഡുള്ളത് ഏറ്റവും ലാസ്റ്റാണ് വയ്ക്കുക. ഇവരങ്ങനെയല്ല വയ്ക്കുന്നത്. എനിക്ക് ഹാർഡും കിടക്കണം എന്നുണ്ട് കളിച്ചിട്ട്. അപ്പോഴേക്കൊരു 100 ആവോളം തോന്നുന്നു. അപ്പോൾ ഹാർഡും ഗൈസ് നമ്മൾ ഹാർഡ് എത്തി. യെസ്, ഞാൻ പറഞ്ഞില്ല അപ്പോഴേക്ക് ഹാർഡ് എത്തിയിട്ടു. ഗൈസ് ഐ തിങ്ക് നമ്മൾ ഇത് ജയിക്കും. അയ്യോ ഒരു മിനിറ്റ്, ഇതെനിക്ക് ഉറപ്പില്ല ഗൈസ്. എനിക്ക് ഇങ്ങനത്തെ എനിക്ക് ഉറപ്പില്ലത്. ഇപ്പം തന്നെ പോയതുണ്ടല്ലേ. ഇപ്പോഴാ ഡയലോഗ് ഞാനിപ്പോൾ എങ്ങനെ ഇരിക്കണേ ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റും തോന്നില്ല. സോ ഗൈസ്, എനിക്കിത് കടക്കണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് വേണം. ഇപ്പം തന്നെ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇപ്പം തന്നെ ചെയ്തോളൂ. എല്ലാവരും ഓടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഗൈസ് നിങ്ങൾ ചെയ്തു, അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇവിടെ വരെ എത്തിയത് കേട്ടോ. ഗൈസ് നിങ്ങൾ നല്ല കുട്ടികളായിട്ട് ചെയ്തുകൊണ്ട് ഇപ്പം എനിക്ക് കിട്ടി. ഗൈസ് അടുത്ത ലെവലിൽ കുറച്ച് ആടാൻ തോന്നണു. അതുകൊണ്ട് നിങ്ങൾ ഇതേ സെയിം കാര്യം ചെയ്താൽ എനിക്കിതും കടക്കാൻ പറ്റും. ഓ ഇതിപ്പോൾ എന്തത്? അതെങ്ങനെ പോവുക? ഇതിലിപ്പോൾ എങ്ങനെ പോവുക? ഗൈസ് നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലേ? നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല, ആരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. ഗൈസ് ആൾ പോകുന്നില്ല. ഗൈസ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പണിയുണ്ടോ? ഞങ്ങൾക്ക് കഷ്ടപ്പെട്ട് കളിക്കുന്നെങ്കിലും ഉണ്ട്. ഒക്കെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി. ചെയ്യൂ ഗൈസ്. ഇതെന്നെ ചെറുതായിട്ടല്ല വലുതായിട്ട് ക്ഷമ പരീക്ഷിക്കുന്നുണ്ട്. കുഴപ്പമില്ല, നമുക്ക് ഇനി 2 ട്രൈയും കൂടി ചെയ്ത് നോക്കാം. ഇനി 2 വട്ടം ഇനിയും ചെയ്തിട്ട് കാര്യം നടന്നില്ലെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഈ ഗെയിം നിർത്തുന്നതായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളിനി അടുത്ത പാട്ടിൽ ഇത് എങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടൊക്കെ നമ്മൾ കളിക്കുള്ളൂ കേട്ടോ. പക്ഷേ ഇതെനിക്ക് എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഗൈസ് ഇനി നമ്മൾ ഇല്ലാത്ത ലാസ്റ്റത്തെ വട്ടം ട്രൈ ചെയ്ത് നോക്കുകയാണ്. ഇതിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കളിക്കുന്നില്ല ഗൈസ്. സോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി. അപ്പോൾ ഈ ട്രൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളെന്തിട്ടാ ഈ വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ഒന്നും കൂടി ചെയ്യാൻ മറക്കരുതെന്ന് പറയാണ്. ആ സമയം കൊണ്ട് ട്രൈയും കൂടി ഞാൻ ചെയ്യുകയാണ്. ഇതിലെപ്പോഴും കയറിയാലോ. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് വർക്കാവാത്തതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ ഇപ്പം തന്നെ വൈൻഡപ്പ് ചെയ്യാണ്. ടാറ്റാ ബൈ ബൈ, സീ യു.